ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നല്ല എരിവും മധുരവും പുളിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു പുളിഞ്ചി കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബിരിയാണിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, നമ്മുടെ സാദാ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മുടെ പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4-5 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഔട്ടാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോൾ ഒരു വറ്റൽ മുളകാണ്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 1/2 കപ്പോളം ഇഞ്ചി ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇഞ്ചിയുടെ കളറ് ചെറുതായിട്ട് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ഞാനിവിടെ ഒരു 20 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതധികം എരിവില്ലാത്ത മുളകാണ്. അപ്പോൾ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 15ഓളം വലിയ വെളുത്തുള്ളി ഉണ്ടായിരുന്നു, അത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതെല്ലാം ഒന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒനിയന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഒനിയൻ്റെ പകുതി ഭാഗം മാത്രമാണ് കേട്ടോ. അത് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒനിയൻ ഒന്ന് വഴന്ന് വരണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വഴന്ന് കിട്ടും നമുക്ക്. ഒനിയനും വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ്, അതും ഇതേപോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്തതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴന്ന് വരണം. ഇപ്പം നമ്മുടെ ഒനിയനും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും കൂടി ഇടണം കേട്ടോ. ഞാനിതിൽ ആഡ് ചെയ്യുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ കുറച്ച് കൂടുതലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എത്രത്തോളമാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എരിവും പുളിയൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ്, അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ ഇല്ല കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ചേർക്കാൻ മറക്കരുത്. പിന്നെ ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഉലുവ പൊടിച്ചതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള പൊടിയുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ കുറച്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ ഒരു 1/4 കപ്പോളം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ്സോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂടുള്ള വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ 1/4 ഗ്ലാസ്സോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തന്നെ തിളച്ച് വരണം കേട്ടോ. അപ്പോൾ മൂടി വെച്ചിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുളിഞ്ചിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നന്നായി വെട്ടി തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിതിന് മധുരത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ശർക്കര ആഡ് ചെയ്യുന്നുണ്ട്. 3 ടീസ്പൂണോളം ശർക്കര പൊടിച്ചതാണ് കേട്ടോ അത്. അപ്പോൾ 3 ടീസ്പൂണോളം ഇടുന്നുണ്ട്. ശർക്കരയിൽ ഉപ്പിൻ്റെ അംശം ഉള്ളത് കാരണം ഞാനതിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം 2 ടീസ്പൂണ് ചേർത്ത് കൊടുത്ത്, അപ്പം മധുരം കുറവായിരുന്നു. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 3 ടീസ്പൂണ് ശർക്കര കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കരയുടെയും അതുപോലെ ഉപ്പിൻ്റെ ഒക്കെ. അതെന്തായാലും ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഉപ്പും മധുരം എരിവൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാനിവിടെ ശർക്കര ഇതുപോലെ പൊടിച്ചിട്ട് ജാറിലാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിതൊരു 5-6 മിനിറ്റോളം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഞാനൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലെ വെള്ളം പുളിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ലൂസ് ഉണ്ട്, പക്ഷെ അത് ചൂടാറി കഴിയുമ്പോഴേക്കും തിക്കായിട്ട് വരും. ഇനി നമുക്കിത് അധികം നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിലത്തെ ടേസ്റ്റൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം.
ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റ് ആയിരുന്നു കേട്ടോ. എരിവും പുളിയും മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു. നമ്മുടെ സാദാ ചോറിൻ്റെ കൂടെ ഇത് ഉണ്ടെങ്കിൽ ഒരു പപ്പടം പൊരിച്ചതും കൂടിയിട്ടുണ്ടെങ്കിൽ വയറ് നിറച്ച് നമുക്ക് ചോറിനാൻ പറ്റും. അതേപോലെ തന്നെ നെയ്ച്ചോറ്, ബിരിയാണി, മഞ്ഞ വിരിഞ്ചി ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പുളിഞ്ചി ചൂടാറിയപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്കെല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.